മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു തൊടുപുഴയിൽ 7 വയസ്സുകാരനെ അമ്മയുടെ കാമുകൻ ആക്രമിച്ചത്. എല്ലാവരും കുട്ടിയുടെ അമ്മയെ കുറ്റപ്പെടുത്തുമ്പോഴും അവർക്കും പറയാനുണ്ട് ചിലത്. പൊന്നുമകൻ്റെ ജീവന് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുന്നതിനിടെ അവർ മനസ്സ് തുറക്കുകയാണ്. വാക്കുകളിടറി അവർ പറയുന്നു, തെറ്റ് പറ്റിപ്പോയി, അതിൻ്റെ ദുരിതമനുഭവിക്കുന്നത് എൻ്റെ മകനും. ആ സമയത്ത് എനിക്ക് ഒന്നും ശബ്ദിക്കാനായില്ല. എല്ലാം സംഭവിച്ച ശേഷം എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അവനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കട്ടിലിൽ നിന്ന് വീണതാണെന്നാണ് ഡോക്ടറോട് കള്ളം പറഞ്ഞത്. പേടികൊണ്ടാണത്. ഡോക്ടറോട് പറയുമ്പോൾ അരുൺ അടുത്തുണ്ടായിരുന്നു. ആംബുലൻസിൽ കോഴഞ്ചേരി ആശുപത്രിയിൽ വന്നപ്പോഴും ഒപ്പമുണ്ടായിരുന്നു. എൻ്റെയും മക്കളുടെയും സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്താണ് അരുണിൻ്റെ ഉപദ്രവത്തെക്കുറിച്ച് പുറത്തു പറയാതിരുന്നത്. അരുണിനെ രക്ഷിക്കാനല്ല ശ്രമിച്ചത്, തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനാണെന്നും ആ അമ്മ പറയുന്നു. കുഞ്ഞിന് ഒന്നും സംഭവിക്കരുതെന്ന് മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ മകൾക്കിപ്പോൾ എന്നെ പേടിയാണ്. ഇളയ മകൻ ആശുപത്രിയിൽ വെച്ച് എന്നെ കണ്ടിട്ട് അരികിലേക്ക് വരാൻ പോലും കൂട്ടാക്കിയില്ല. എന്നെ എൻ്റെ കുട്ടികളിൽ നിന്ന് അകറ്റാനാണ് അരുൺ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിങ്ങലുകൾക്കിടയിൽ യുവതി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭർത്താവിന്റെ മരണശേഷം കുട്ടികൾക്ക് അവരുടെ അച്ഛന്റെ വേർപാടിന്റെ നിമിഷം മാറ്റാനായി അളവിലധികം ലാളന നൽകി. അരുണിനൊപ്പം താമസമായതോടെ അയാളുടെ നിർബന്ധം പ്രകാരം അവരെ ലാളിക്കുന്നത് കുറച്ചു. കുട്ടികളാണ്, അവരെ ഒരുപാട് ലാളിച്ചാൽ കാര്യപ്രാപ്തിയില്ലാത്തവരായി പോകും എന്നാണ് അയാൾ പറഞ്ഞത്. ഭർത്താവിന്റെ മരണശേഷം തുടർന്നുള്ള നിസ്സഹായാവസ്ഥയിൽ സംരക്ഷകനായിട്ടാണ് ഭർത്താവിന്റെ ബന്ധു കൂടിയായ അരുൺ എത്തിയത്. കുട്ടികളെ ഉപദ്രവിച്ച ശേഷം അതിനെ ന്യായീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അയാൾക്ക്. നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്, അതിനെ തിരുത്തണം എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. മക്കളെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തണം, എന്നാലേ അവർക്ക് ധൈര്യം വരൂ എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം അവരെ തനിച്ചാക്കി ഭക്ഷണം കഴിക്കാൻ പോയത്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇളയ മകൻ കിടക്കയിൽ മൂത്രമൊഴിച്ചത് ശ്രദ്ധയിൽപ്പെട്ട അരുൺ മൂത്ത മകനെ വിളിച്ചുണർത്തി ദേഷ്യപ്പെടുകയും ഉപദ്രവിക്കുകയുമായിരുന്നു. തടയാൻ ചെന്ന തന്റെ മുഖത്തടിച്ചു. ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അരുൺ. പേടിയോടെ മാറി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്റെ ബുദ്ധിയില്ലായ്മയാണ് മകന് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സന്ദർശക ലോബിയിലെ ആദ്യ ബെഞ്ചിൽ അമ്മയുടെ തോളിൽ ചാരി കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു യുവതി. അവർ ബിടെക് ബിരുദധാരിയാണ്. പഠനത്തിൽ സമർത്ഥയായിരുന്നു. SSLCക്ക് സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥി കൂടിയാണ് അവർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.